ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രവർത്തനങ്ങളുടെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഏതാണ് ആ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ രണ്ടാണ്, പേജ് നമ്പർ 18. വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് എ സർക്കിൾ ആൻഡ് കളർ ദ പിക്ചേഴ്സ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 8ൽ 3 ഭാഗം. ഇത് വൃത്തം വരയ്ക്കണം, വൃത്തം വരച്ച് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പൊ 8ൽ 3 ഭാഗം. അപ്പൊ ആകെ ഒരു വൃത്തത്തെ എത്രയായി ഭാഗിക്കണം? 8ആയി ഭാഗിക്കണം. അതിൽ 3 ഭാഗം. അപ്പൊ ഇവിടെ നമുക്ക് മെഷർമെന്റ് എടുക്കണം, കോണളവ് അറിയണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആകെ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 360 ആണ് വരിക. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഹരിക്കണം. അപ്പൊ 360നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ ഭാഗവും എത്ര ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം 360നെ 8 കൊണ്ട് ഹരിക്കുക. ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. 360നെ പകുതിയാക്കുമ്പോൾ, അതായത് 2/1 ആക്കുമ്പോൾ 180 ഡിഗ്രി വരും. ആ 180 ഡിഗ്രീനെ വീണ്ടും 2/1 ആക്കുക എന്ന് പറയുമ്പോൾ 180ന്റെ പകുതി 90 ആണ് വരിക. അപ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്യും? 90 വരും. അപ്പൊ 4 ഭാഗങ്ങളായി. 90 ഡിഗ്രി വീതം 4 ഭാഗങ്ങൾ. അതിനെ വീണ്ടും നമ്മൾ പകുതിയാക്കുക എന്ന് പറയുമ്പോൾ ഓരോ ഭാഗവും എത്ര വരിക? 45 ഡിഗ്രി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഹരിക്കുക. 8 4 32 4 40 8 5 40. അപ്പൊ നമുക്ക് കിട്ടിയത് 45. അതായത് ഒരു വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ ഭാഗവും 45 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഭാഗമുണ്ട്. ആകെയുള്ളത് 360 ആണ് അല്ലേ? അപ്പൊ അതില് 45 എത്ര പ്രാവശ്യം വന്നു? 45 കൂട്ടണം 45 കൂട്ടണം 45. അപ്പൊ ഇവിടെ നോക്കാം. 40 40 80 40 120 5 5 10 5 15 120 15 135 ഡിഗ്രിയാണ് എന്ത് വരേണ്ടത്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം വൃത്തം വരച്ച് 135 ഡിഗ്രി അടയാളപ്പെടുത്തണം. അപ്പൊ അത് 8ൽ 3 ഭാഗമായിട്ട് മാറും. നമുക്കൊന്ന് നോക്കുകയല്ലേ? ഞാൻ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് വൃത്തമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 3 ഭാഗവും അളന്നെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതുകൊണ്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം? 135 ഡിഗ്രി അളന്നു എടുക്കാം. അങ്ങനെയും ചെയ്യാം. ഞാൻ ഏതായാലും ഇവിടെ 3 ഭാഗം അങ്ങനെ അളന്നെടുക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഇത് ഒരു ഭാഗമായി. വീണ്ടും ഞാനത് ഈ രീതിയിൽ എടുത്താൽ നമുക്കിനി ഓരോന്നും പ്രൊട്രാക്ടർ വെച്ച് അളക്കണ്ട. വീണ്ടും ഞാനിത് ഇവിടെ എടുത്തു. ഇപ്പൊ നമുക്കറിയാം ഒരു ഭാഗം 2 ഭാഗമായി, അടുത്തത് 3 ഭാഗമായി. എന്ത് ചെയ്യാണ്? ഞാനിത് തമ്മിൽ യോജിപ്പിക്കാൻ പോവാണ്. നമുക്കറിയാം നമ്മളുടെ ബുക്ക് നല്ല നീറ്റായിരിക്കണം. ചെയ്യുന്ന ജോലികൾ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാം. 4 തുല്യ ഭാഗങ്ങൾ കിട്ടിയപ്പോൾ ഇനി അത് നമുക്ക് വൃത്തിയിൽ കളറൊക്കെ ചെയ്ത് നീറ്റായിട്ട് സൂക്ഷിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വേറൊരു ഷെയ്ഡ് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് 5ൽ 2 ഭാഗമാണ്. 5ൽ 2. 5 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ ഭാഗവും എത്ര ഡിഗ്രി വരുന്നു നമ്മൾ പഠിച്ചതാണ്. 360നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാ കിട്ടുന്നത്? 72 ഡിഗ്രിയാണ്. അത് ഇനി എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് 72 ഡിഗ്രിയാണ് ഓരോ ഭാഗവും വരിക. അപ്പൊ 2 ഭാഗം എന്ന് പറയുമ്പോൾ 72 കൂട്ടണം 72 ബൈ 360. അപ്പൊ നമുക്ക് എത്രയാ? 70 70 140 144 ഡിഗ്രി ബൈ എത്രയാണ്? 360 ഡിഗ്രി.
അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ വൃത്തം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിലെ ഒരു ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തി മുൻകൂട്ടി വെച്ചതാണ്. അതായത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ റേഡിയസ് വരയ്ക്കുക, ആരം വരയ്ക്കുക. ആരം വരച്ച ശേഷം പ്രൊട്രാക്ടറിൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 144 ഡിഗ്രി അങ്ങോട്ട് അടയാളപ്പെടുത്തുക. നോക്കൂ, 144 ആണെങ്കിൽ 0.10 ഇങ്ങനെ വന്നിട്ട് 140 കഴിഞ്ഞിട്ട് 4 വരെ 144. ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പം എനിക്കിവിടെ കിട്ടുന്നത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താം. ഇതാണ്, ഇത്രയും ഭാഗമാണ്. ഇനി ഇത് കൃത്യം 2 തുല്യ ഭാഗങ്ങളാക്കി തന്നെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത ബിന്ദുവും ഈ വൃത്തത്തിലെ ബിന്ദു ഒരേപോലെ വരത്തക്ക വിധം യോജിപ്പിക്കുക. ഇപ്പൊ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും 2 ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യാം, ഈ 2 ഭാഗത്തിനും കളർ കൊടുക്കുക. വൃത്തത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പൊ നമുക്ക് എത്രയാണ് കിട്ടിയത്? 5 തുല്യ ഭാഗങ്ങളില് 2 ഭാഗം. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിൽ നോക്കുമ്പോൾ എവിടെയാണ് 5 തുല്യ ഭാഗങ്ങൾ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും എളുപ്പത്തില് ഇത് കൃത്യമായിട്ട് അങ്ങോട്ട് അളന്നെടുക്കുക. ഇത് കൃത്യമായിട്ട് അളന്നു. അളന്നതിന് ശേഷം ഞാൻ ഇതിലിങ്ങനെ മാർക്ക് ചെയ്തു. വീണ്ടും ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് യോജിപ്പിക്കുക. നോക്കിക്കോളൂ, ഇവിടെ യോജിപ്പിച്ചു. തിരിച്ചിവിടെ യോജിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 1, 2, 3, 4, 5. 5ൽ 2 ഭാഗം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ടീച്ചറെ ഇതും യോജിപ്പിക്കണ്ടേ? യോജിപ്പിക്കണമെങ്കിൽ യോജിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. യോജിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതും കൂടെ യോജിപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തോളൂ. കാരണം 5 തുല്യ ഭാഗങ്ങളാക്കണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇത് 8 തുല്യ ഭാഗങ്ങളായി. അതിൽ 3 ഭാഗം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 തുല്യ ഭാഗങ്ങള്, അതിൽ 2 ഭാഗം. ഓക്കെ ആയോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. 9 തുല്യ ഭാഗങ്ങളാണ്. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. മൂന്നാമത്തത് 9ൽ 4 ഭാഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 360നെ 9 കൊണ്ട് ഹരിക്കുക. നമുക്ക് ഇവിടുന്ന് തന്നെ ആ ബന്ധം മനസ്സിലാകും. 9, 4 36. അപ്പൊ ഒരു ഭാഗം എത്ര ഡിഗ്രി വരും? 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 4 ഭാഗം, ഒരു ഭാഗം 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 4 ഭാഗം കാണാൻ എത്ര വരും? 160 ഡിഗ്രി. അത് എത്രയിലാ വരിക? 360 ഡിഗ്രിയിൽ 160 ഡിഗ്രി. 9 ആക്കി ഭാഗിച്ചതിൽ 4 ഭാഗം വരുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 360ല് 160 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി നമുക്കത് ചിത്രവും കൂടി ഒന്ന് വരച്ചു നോക്കാം. ചിത്രം ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗം ഞാൻ സമയം കളയാതിരിക്കാൻ വേണ്ടി 40 ഡിഗ്രി അളന്നിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണത്തക്ക രൂപത്തിൽ വരയ്ക്കാം. അളക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പൊ ഞാൻ ഓരോന്നും അളക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കോമ്പസിൽ അളന്നെടുക്കുക. നമ്മുടെ ജാമിതി പെട്ടിയിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് ഗണിതം നല്ല നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിവിടെ മാർക്ക് ചെയ്തു, ഇങ്ങനെ മാർക്ക് ചെയ്തു.
നമ്മളോട് പറഞ്ഞിരിക്കുന്ന 4 ഭാഗമാണ്. അപ്പം ഞാനിവിടെ ഒരു ഭാഗത്തിന് ഇപ്പം കളർ ചെയ്തു. ഇതേപോലെ 4 ഭാഗത്തിന് കളർ ചെയ്യാം. 1 2 3 4 ഇവിടം വരെ കളർ ചെയ്യാം. ഓക്കെ, 4ാമത്തെ ചോദ്യം 12ൽ 5 ഭാഗമാണ്. 12ൽ 5. അപ്പം 360നെ നമുക്ക് എന്ത് ചെയ്യണം? 12 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഈ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് നോക്കിയാൽ 12 36 തമ്മിൽ ബന്ധമുണ്ട്. 10 10 20 10 30 2 2 4 2 6. അപ്പൊ 36 ആയി. 360നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ഭാഗം എത്ര ഡിഗ്രി കിട്ടും? 30 ഡിഗ്രി. ഞാൻ ആ 30 ഡിഗ്രി അതും ഞാനിവിടെ ഒരു ഭാഗം മാത്രം അളന്ന് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാനൊന്ന് വരച്ചെടുക്കാം. ആദ്യം നമ്മൾ അളക്കാൻ ചെയ്യേണ്ടത് റേഡിയസ് വരയ്ക്കുകയാണ്. എന്നിട്ട് പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രി നിങ്ങൾ അളന്നെടുക്കുക. ഒരു ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഭാഗങ്ങൾ കിട്ടാൻ കോമ്പസിൽ നിങ്ങൾ അളന്നെടുക്കുക. ഏറ്റവും എളുപ്പമാണ് കോമ്പസിൽ അളന്നെടുക്കുക. ഇപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് വേണ്ടത് 12ൽ 5 ഭാഗമാണ്. 12ൽ 5 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഭാഗം 30 ഡിഗ്രി. അപ്പം 30 ഡിഗ്രി വീതം 5 ഭാഗം. അപ്പൊ ആകെ എത്ര ഡിഗ്രി വരും? 150 ഡിഗ്രിയാണ് 360 വരുന്നത്. അപ്പം നമുക്കിവിടെ ഓരോ 5 ഭാഗം അടയാളപ്പെടുത്താം. 1 2 3 4 5. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5ാമത്തത് 24ൽ 5 തുല്യ ഭാഗങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 360നെ 24 കൊണ്ട് ഹരിക്കണം. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയ ഒരു ട്രിക്ക് മനസ്സിലാവും. 12 കൊണ്ട് ഹരിച്ചപ്പോൾ 30 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ 24 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ഡിഗ്രി വരും? ഐഡിയ പിടികിട്ടിയോ? 30ന്റെ പകുതി എത്രയാണ്? 15 ഡിഗ്രി. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണെങ്കിൽ 5 ഭാഗം എത്ര വരും? 10 5 50 5 5 25. 50ഉം 25ഉം എത്ര ഡിഗ്രി വരും? 75 ഡിഗ്രി. ആകെ ടോട്ടൽ എത്രയാ വരിക? 360 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ 15 ഡിഗ്രി അളന്നെടുക്കുക. ഇത് വളരെ കൃത്യതയോടുകൂടെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. കാരണം 15 ഡിഗ്രി അല്ലേ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതെന്ത് ചെയ്യുക? ഞാൻ നേരത്തെ ചെയ്തതുപോലെ കോമ്പസിൽ അളന്നെടുക്കുക. ഓരോ പ്രാവശ്യവും പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാൻ നിന്നാൽ നമുക്ക് കുറേ സമയം എടുക്കും. ഇത് വളരെ എളുപ്പമാണ്. ഇത് ഞാൻ പേന കൊണ്ടാണ് വരയ്ക്കുന്നത്. അതിന് കാരണമുണ്ട്. കറക്റ്റ് ഇതിൻ്റെ തിക്നെസ് റെഡി ആയിട്ടില്ലെങ്കിൽ എനിക്കിത് കിട്ടിയല്ല. അതുകൊണ്ടാണ് പേന കൊണ്ട് വരയ്ക്കുന്നത്. ഇപ്പം ഞാനിവിടെ 24 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. ഇതിൽ 5 ഭാഗം അടയാളപ്പെടുത്തണം. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്?
24-ൽ 5 ഭാഗം, അതായത് എത്ര ഡിഗ്രിയാണ് വരിക? 75 ഡിഗ്രിയാണ് മൊത്തം വരിക. അപ്പൊ ഈ പ്രവർത്തനം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. കൃത്യമായിട്ട് നിങ്ങൾ പേജ് നമ്പർ എഴുതി പോകണം. പേജ് നമ്പർ 18-ലെ രണ്ടാമത്തെ കണക്കാണ്. ചോദ്യം എഴുതിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഓരോന്നും ചെയ്ത് അതിൻ്റെ അടിയിൽ ചിത്രം വരയ്ക്കുക. രണ്ടാമത്തത് എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിൽ ചിത്രം വരയ്ക്കുക. ഈ രീതിയിൽ ഇതെല്ലാം നിങ്ങൾ വരച്ച് ചെയ്യുക. ഇനിയുള്ളത് ജോമെട്രിക്കൽ പാറ്റേൺ ആണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം.